വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പിണറായി മന്ത്രിസഭയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം മണിയെ ഉൾപ്പെടുത്താൻ സിപിഐഎം സംസ്ഥാന സമിതിയിൽ തീരുമാനം. ഇതോടെ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടക്കും. എം മണിക്ക് വൈദ്യുതി വകുപ്പ് ലഭിക്കാനാണ് സാധ്യത. കടകംപള്ളി സുരേന്ദ്രൻ സഹകരണം, ടൂറിസം എന്നീ വകുപ്പുകൾ ലഭിക്കും. AC മൊയ്തീന് വ്യവസായവും കായികവും വകുപ്പുകളാണ് ലഭിക്കുക. വകുപ്പ് മാറ്റം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക മുഖ്യമന്ത്രിയാണ്. പിണറായി മന്ത്രിസഭയിലേക്ക് എം മണിയും EP ജയരാജൻ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉടുമ്പൻചോല MLA എം മണി എത്തുന്നത്. മന്ത്രിസഭയിൽ കടകംപള്ളി സുരേന്ദ്രൻ കൈകാര്യം ചെയ്തിരുന്ന വൈദ്യുതി വകുപ്പ് എം മണിക്ക് നൽകുമെന്നാണ് സൂചന. CPIM സംസ്ഥാന സമിതിയുടേതാണ് തീരുമാനം. CPIM സംസ്ഥാന സമിതി ഇത് സംബന്ധിച്ച് ശുപാർശ ചെയ്തതായും വകുപ്പുകൾ പുനഃക്രമീകരിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ ഒഴിവ് സഖാവ് EP ജയരാജൻ രാജിവെച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒഴിവ് നികത്തണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് M മണിയെ മന്ത്രിസ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. വകുപ്പുകളിൽ ആവശ്യമായിട്ടുള്ള പുനഃക്രമീകരണം വരുത്താൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും സംസ്ഥാന താൽപര്യത്തിനായി വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുമെന്നും നിയുക്ത മന്ത്രി M മണി പ്രതികരിച്ചു. എന്നാൽ പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയുന്ന തന്റെ തനതു ശൈലി ഇനിയും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും എന്നെ മന്ത്രിസഭയിൽപ്പെടുത്താൻ തീരുമാനിച്ചു, മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. പാർട്ടിയോട് എനിക്ക് അതിയായ സന്തോഷവും കടപ്പാടും ഉണ്ട്. അല്ല, വകുപ്പൊക്കെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. അത് വരുന്നേ ഉള്ളൂ. എനിക്ക് എൻ്റെതായ ശൈലി വലിയ കുഴപ്പമൊന്നുമില്ല, അത് പോയിട്ടുണ്ട്. ഏത് വകുപ്പ് ഏൽപ്പിച്ചെന്നാലും നമ്മൾ ഒരു കൈ നോക്കും. അതേസമയം EP ജയരാജൻ കൈകാര്യം ചെയ്തിരുന്ന വ്യവസായം, കായികം, യുവജനക്ഷേമം വകുപ്പുകൾ മന്ത്രി AC മൊയ്തീന് നൽകുമെന്നാണ് സൂചന. നിലവിലെ വൈദ്യുതി ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനാകും പുതിയ സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രിയാവുക. ദേവസ്വം വകുപ്പ് കടകംപള്ളി തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. വകുപ്പ് പുനഃക്രമീകരണം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും ഉണ്ടായിട്ടില്ല. ഏതായാലും ബുധനാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ മന്ത്രിയായി M മണി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തോട്ടം തൊഴിലാളികളുടെയും മലയോര കർഷകന്റെയും സമര നേതാവിന് ഇനി മന്ത്രിപദവിയുടെ തിളക്കം. MLA എന്ന നിലയിലുള്ള ആദ്യ ടൈമിൽ തന്നെ മന്ത്രിപദവിയും തേടിയെത്തിയത് അർഹതയ്ക്ക് ലഭിച്ച അംഗീകാരമായി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M മണി ഉടുമ്പൻചോല മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് നിയമസഭയിൽ എത്തിയത്. മലയോര കർഷകന്റെയും തോട്ടം തൊഴിലാളികളുടെയും എക്കാലത്തെയും സമരനായകനായ M മണിക്ക് മന്ത്രിപദവി പുതുനിയോഗമാണ്. കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച മണി നന്നേ ചെറുപ്പത്തിലാണ് മാതാപിതാക്കൾക്കൊപ്പം കുടിയേറ്റ നാടായ കുഞ്ചിത്തണ്ണിയിലെത്തിയത്. കുടിയേറ്റമൊഴിപ്പിക്കലിനെതിരായ സമര പോരാട്ടങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ അണിചേർന്നു. 1966 22-ാം വയസ്സിൽ പാർട്ടി അംഗമായി. തുടർന്ന് ലോക്കൽ സെക്രട്ടറി, താലൂക്ക് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ച് നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. 2.5 പതിറ്റാണ്ടിലധികം കാലം മലയോര ജില്ലയിൽ CPIMനെ നയിച്ച M മണി കഴിഞ്ഞ സമ്മേളനത്തിലാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. 96-ലും 2016-ലും ഉടുമ്പൻചോലയിൽ നിന്ന് മത്സരിച്ച് മണി ആദ്യമായാണ് ഇക്കുറി നിയമസഭയിലെത്തിയത്. ഒട്ടേറെ പ്രതിബന്ധങ്ങളിലൂടെയും കഠിന യാതനകളിലൂടെയും കടന്നുവന്ന ജീവിതമാണ് M മണിയുടേത്. മലയോര കർഷകന്റെ ജീവിത ദുരിതങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ നേതാവ്. അക്കാഡമിക് വിദ്യാഭ്യാസത്തിന്റെ ആടയാഭരണങ്ങളില്ലെങ്കിലും 7 പതിറ്റാണ്ട് നീണ്ട പൊതുജീവിതത്തിലൂടെ ആർജിച്ച അറിവാണ് മണിയാശാൻ എന്ന ജനകീയ നേതാവിന്റെ കരുത്ത്. രാഷ്ട്രീയ എതിരാളികളുടെ പകപോക്കലിനും വിമർശനത്തിനും വിധേയമായപ്പോഴും തന്റെ നിലപാടുകൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം മലയോര കർഷകന്റെ നാടൻ ശൈലിയിൽ ഒരു മടിയുമില്ലാതെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ 45 ദിവസം നീണ്ട ജയിൽവാസവും അനുഭവിച്ചു. പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയത് പിന്നീടുള്ള ചരിത്രം. പാർലമെന്ററി രംഗത്തോട് എക്കാലത്തും അകലം പാലിച്ച M മണി സംഘടനാ രംഗത്തായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. MLA എന്ന നിലയിലുള്ള ആദ്യ ടൈമിൽ തന്നെ മന്ത്രിപദവിയും തേടിയെത്തിയത് അർഹതയ്ക്ക് ലഭിച്ച അംഗീകാരമായി. ലക്ഷ്മിക്കുട്ടിയാണ് ഭാര്യ. 5 പെൺമക്കളുണ്ട്. തോട്ടം തൊഴിലാളികളുടെയും മലയോര കർഷകന്റെയും സമര നേതാവിന് ഇനി മന്ത്രിപദവിയുടെ തിളക്കം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ യോജിച്ച പ്രക്ഷോഭം നടത്തുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മറ്റു പാർട്ടികളുമായി സംയുക്ത സമരത്തിന് തയ്യാറാണെന്നും കോടിയേരി പറഞ്ഞു. രാഷ്ട്രീയ പരിഗണനകളില്ലാതെ
സഹകാരികളാകെ യോജിച്ചു നിന്നുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കണം. അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിക്കാൻ CPIM സന്നദ്ധമാണ്. രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആരെയും മാറ്റി നിർത്താൻ ഇക്കാര്യത്തിൽ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും യോജിച്ച് ഒരു പൊതു പ്രക്ഷോഭണം സംഘടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ LDF പ്രത്യേകമായ പ്രക്ഷോഭ സമര പരിപാടിക്ക് രൂപം കൊടുക്കുന്നതായിരിക്കും. സംസ്ഥാനത്ത് നികുതി അടയ്ക്കാൻ പഴയ നോട്ടുകൾ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നോട്ടിന്റെ ലഭ്യത ഉറപ്പാക്കും വരെ പഴയ നോട്ടുകൾ സ്വീകരിക്കും. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് നാളെ സർക്കാർ പുറത്തിറക്കും. അടുത്ത മാസത്തെ ശമ്പളം വിതരണം ചെയ്യാൻ സംസ്ഥാനത്തിന് പ്രശ്നമില്ലെന്നും എന്നാൽ ക്രിസ്മസ് ബോണസ് നൽകാൻ പ്രതിസന്ധി ഉണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. സഹകരണ ബാങ്കുകളെ കേന്ദ്ര സർക്കാർ കൈവിട്ടാലും സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുമെന്നും ഐസക് ദില്ലിയിൽ പറഞ്ഞു. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പഴയ നോട്ടുകൾ സംസ്ഥാനത്തെ നികുതി അടയ്ക്കാൻ സ്വീകരിക്കുമെന്ന് തോമസ് ഐസക് അറിയിച്ചത്. ഇലക്ട്രിസിറ്റി ബിൽ മുതൽ KSRTC സീസൺ ടിക്കറ്റ് എടുക്കുന്നതിനും പഴയ നോട്ടുകൾ ഉപയോഗിക്കാം. പുതിയ നോട്ടുകളുടെ ലഭ്യത ഉറപ്പാക്കും വരെ ഇത് തുടരും. പുതിയ ഉത്തരവ് സർക്കാർ നാളെ പുറത്തിറക്കും. നാളെ അതിന്റെ ഉത്തരവ് ഇറക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ നികുതി, എല്ലാത്തരം നികുതികളും പ്രാദേശിക സർക്കാരിൻ്റെ ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ഇനി പഴയ നോട്ടിൻ്റെ അടിസ്ഥാനത്തിലും സ്വീകരിക്കുന്നതാണ്. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തോടെ സംസ്ഥാന വരുമാനം കുത്തനെ കുറഞ്ഞെന്നും തോമസ് ഐസക് അറിയിച്ചു. എന്നാൽ അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കാൻ പ്രശ്നമില്ല. അതേസമയം ക്രിസ്മസ് ബോണസ് നൽകുന്നതിന് പ്രതിസന്ധിയുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ സഹകരണ ബാങ്കുകളോടല്ല മറ്റു ചില സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകളോടാണ് കേന്ദ്ര സർക്കാരിന് ആശങ്കയെന്നും ധനമന്ത്രി അറിയിച്ചു. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം സുരക്ഷിതമായിരിക്കുമെന്നും തോമസ് ഐസക് ഉറപ്പ് നൽകി. കേന്ദ്രവും RBIയും കൈവിട്ടാലും സഹകരണ ബാങ്കുകളെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ മേഖലയെ രക്ഷിക്കാൻ യോജിച്ച പ്രക്ഷോഭമാണ് ആവശ്യമെന്ന് മന്ത്രി AC മൊയ്തീൻ. ഇക്കാര്യത്തിൽ സുധീറിനുമായി സംസാരിക്കാൻ തയ്യാറാണ്. മുഹമ്മദ് സലീമിന്റെ പരാതി CPIMനെ പ്രതിരോധത്തിലാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യോജിച്ച പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ജീവനക്കാരുടെ യോജിച്ച പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്, തടസ്സമില്ല. KPCCയുടെ പ്രസിഡന്റ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് UDF ചർച്ച ചെയ്യട്ടെ, അതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു ചെറിയ രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസമെന്ന് മനസ്സിലാക്കി എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ സഹകരിക്കണം എന്നാണ് ഗവൺമെന്റ് നിലപാട്. അതിന് അദ്ദേഹവുമായി സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ സംസാരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവും. ശബരിമലയിലെ തടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നു. വിജിലൻസിന്റെ ത്വരിതാന്വേഷണം നേരിടുന്ന ദേവസ്വം ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെ തുടർന്നാണിത്. ഈ ഉദ്യോഗസ്ഥന്റെ സഹോദരനു വേണ്ടിയാണ് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപങ്ങളും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നത്. ശബരിമലയിലേതടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം 1 കോടിയോളം രൂപ വരുന്ന 3 നിക്ഷേപം മാറ്റിയെന്നാണ് സൂചന. കാലാവധി തീരുന്ന മുറയ്ക്ക് മറ്റ് സ്ഥിര നിക്ഷേപങ്ങളും മാറ്റാനാണ് നീക്കം. ഉന്നത ഉദ്യോഗസ്ഥന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഇപ്പോഴത്തെ ഈ നടപടി. മുൻ UDF സർക്കാരിന്റെ കാലത്ത് അക്കൗണ്ടും മറ്റ് നിക്ഷേപങ്ങളും മാറ്റാൻ പലതവണ ശ്രമം നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാവായ മുൻ മന്ത്രിയുടെ മൗനാനുവാദത്തോടെയായിരുന്നു നടപടിയും. എന്നാൽ ജീവനക്കാരുടെയും മറ്റും പ്രതിഷേധമുയർന്നതോടെ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് അനുഭാവിയായ ഉന്നത ഉദ്യോഗസ്ഥൻ നേരിട്ടിടപെട്ട സമ്മർദ്ദം ചെലുത്തി വീണ്ടും അക്കൗണ്ട് മാറ്റുന്നത്. നിലവിൽ ധനലക്ഷ്മി ബാങ്കിന്റെ നന്ദൻകോട് ശാഖയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടുകളുള്ളത്. ശബരിമലയിലും കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായി ധനലക്ഷ്മി ബാങ്കിലാണ് ഇടപാടുകളും. ഇത് മറ്റൊരു ദേശസാൽകൃത ബാങ്കിലേക്കാണ് മാറ്റാൻ തീരുമാനം. നന്ദൻകോട് നിന്നും ഏറെ അകലെ പൂജപ്പുരയിലെ ശാഖയിലേക്കാണ് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപങ്ങളും മാറ്റുന്നതും. 7.5% പലിശ നൽകുമെന്ന ഉറപ്പിന്മേലാണ് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ മാറ്റുന്നത്. എന്നാൽ അടുത്തിടെ മാറ്റിയ 1 കോടി രൂപയ്ക്ക് 7.4% പലിശ നൽകിയിരുന്നുള്ളൂ. ഇതോടെയാണ് സംഭവം വിവാദമായതും. അക്കൗണ്ടുകൾ മാറ്റുന്നതടക്കം പല സുപ്രധാന തീരുമാനങ്ങളും ബോർഡ് അധികൃതർ ഏകപക്ഷീയമായി കൈക്കൊള്ളുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശരണമന്ത്രങ്ങൾക്ക് ശക്തി പകരാൻ കോയാസ് മായ സുപ്രീം ചന്ദനത്തിരികൾ. ഡിസൈനർ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും കലവറയായ ജോൺ ഡിസൈൻസിന്റെ ഷോറൂം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു.
പാടിവട്ടത്ത് പത്മശ്രീ ഭരത് മമ്മൂട്ടി ജോൺ ഡിസൈൻസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം നഗരത്തിൽ പോയി ഷോപ്പിംഗ് നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജോൺ ഡിസൈൻസ് മുതൽക്കൂട്ടാകുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. ചലച്ചിത്ര താരം അമല പോൾ ആദ്യ വിൽപ്പന നിർവഹിച്ചു. താടത്തിൽ ഗ്രൂപ്പാണ് ജോൺ ഡിസൈൻസിന്റെ മുഖ്യ പ്രമോട്ടർ. മമ്മൂട്ടിക്കും അമല പോളിനുമൊപ്പം ജോബി ജോർജ് താടത്തിലും മക്കളും ഭദ്രദീപം കൊളുത്തി. ചീഫ് ഡിസൈനറും മാനേജിംഗ് പാർട്ണറുമായ ആൻമേരി ചുരയൻ, ഹൈബിയുടൻ MLA, BJP നേതാവ് AN രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.